നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അതെ ആ, നമ്മുടെ ഇതിന് ഇവര് പറയുന്നത് ട്രീ ഹൗസ് എന്നാണ്. അതെ പക്ഷെ ആക്ച്വലി ഇത് ട്രീയുടെ ട്രീകളുടെ ഒക്കെ നടുക്കിരിക്കുന്നു. സൈഡിലൊക്കെ ട്രീ ഉണ്ട്, അതാണ്. ഫുൾ ചുറ്റിനും ട്രീ ആണ്. ദേ ഇവിടെ എല്ലാം ഇവിടെ ഓരോന്ന് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരതിന് ട്രീ ഹൗസ് എന്നുള്ള house എന്ന് പേരിട്ട് വിളിക്കുന്നു. ഓക്കെ, ഇതിനകത്ത് എന്താന്ന് നോക്കട്ടെ. ഇത് വേറെ തന്നെ രീതിയിലാണല്ലോ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ. അതെ, ഇതെന്തോ പറ്റി പ്രകാശ് ചേട്ടൻ? ഇതിലധികം ടൈല് കൊണ്ടുള്ള ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ടങ്ങാക്കിയത്. ഫോറിനേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഇതുവരെ പറക്കാട്ടില് വന്ന് കണ്ടതില് ഇത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ഫ്ലോറിംഗ്, ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഇന്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു റൂം വേറെ വന്നിട്ടില്ല. ഇതിനകത്ത് മിററും കുറവാണല്ലോ ചേച്ചി. ഇതിനകത്ത് മിററും ഇല്ല, ഒന്നുമില്ല. ഇത് പ്രകാശായിട്ട് ഡിസൈൻ ചെയ്തല്ലെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോ പ്രകാശേട്ടൻ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ആൾക്കാർ പണിതായിരിക്കാനാ സാധ്യത. കാരണം പ്രകാശേട്ടൻ്റെതായിട്ടുള്ള ടച്ചിലുള്ള ആ ഗ്ലിറ്ററിങ്, ആ സ്പാർക്ലിംഗ് ഉണ്ട്. പ്രകാശേട്ടൻ വരുമ്പോ തന്നെ ആ ഷർട്ടിൽ വരെ ഉണ്ട് ആ തിളക്കവും എനിക്കോ. അതുപോലും ഈ റൂമിലില്ല. ഇല്ല, സിമ്പിൾ. അപ്പൊ എനിക്ക് ഷുവറാണ് ഇത് പ്രകാശേട്ടന്റെ ഡിസൈനേ അല്ല. കുറച്ച് UK ബേസ്ഡ് ഒക്കെ ക്ലയൻസ് വരുമ്പോ അവർക്ക് ഇങ്ങനെ ഒരു സൈലന്റ് ഇതായിരിക്കും ഇഷ്ടം അവർക്ക്. ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഒക്കെ, ഫുൾ മരങ്ങളും ചുറ്റും സൈലൻസും ഒക്കെ ആയിട്ട്.